ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൊണ്ട് നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാജീവ് വിഷമത്തോടുകൂടി നിധിയോട് സംസാരിക്കുമ്പോൾ ഹേമ പറയുന്നു, അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന കല്യാണം നാട്ടുകാരെ എല്ലാം വിളിച്ചുകൂട്ടി ആഘോഷപൂർവ്വം നടത്താതിരുന്നത് തെറ്റായി പോയി എന്ന് അച്ഛൻ ഇപ്പൊ പറയുന്നത്. ഇത് കേട്ട് നിധി ഓർക്കുകയാണ് സാന്ദ്രയുടെ വാക്കുകൾ. നിന്റെ കല്യാണം എങ്ങനെയാ നടന്നതെന്ന് നീ അച്ഛനോട് തുറന്നു പറ. നിന്റെ പേരില് ഒരു തെറ്റുമില്ലെന്നും വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ആ കല്യാണം നടന്നതെന്നും അതൊരു കല്യാണം ആയിരുന്നുവെന്നും പറ. അതൊരു കല്യാണമായിട്ട് നീ കാണുന്നില്ലെന്ന് മനസ്സിലായാൽ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതും ആ വിഷയം കാരണം അച്ഛനുണ്ടായ സങ്കടവും ഒക്കെ പോകും. തുടർന്ന് നിധി മനസ്സിൽ പറയുന്നു, സത്യം തുറന്നു പറഞ്ഞാലോ? വേണ്ട, സത്യം പറഞ്ഞിട്ട് എന്താകാനാ? നടന്നതൊന്നും ഈ സത്യത്തിന് മാറ്റിയെടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നിധി ആലോചിച്ചിരിക്കുമ്പോൾ ഹേമ നിധിന്ന് വിളിക്കുകയാണ്. നിധി ശ്രദ്ധിക്കുന്നതേ ഇല്ല. രാജീവ് നിധിയെ തട്ടി വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, അമ്മ വിളിച്ചുകൊണ്ടിരിക്കുന്നു, നീ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഒന്നുമില്ല അച്ഛൻ, നിധി പറയുമ്പോൾ അരുൺ പറയുകയാണ്, എന്തിനാ അച്ഛൻ ഇങ്ങനെ വിഷമത്തിൽ സംസാരിക്കുന്നത്? നമ്മുടെ നിധി നമ്മുടെ അടുത്തേക്ക് തന്നെ വന്നില്ലേ? ഇനി നിധി നമ്മളെ വിട്ട് എങ്ങും പോകില്ല. ഇത് കേട്ട് നിധി ചോദിക്കുകയാണ്, ഇതെന്താ ഞാൻ ഇനി ഇവിടെ താമസിക്കാൻ പോകുന്നത് പോലെ പറയുന്നത്? 4 ദിവസം കഴിയുമ്പോൾ എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോകണം. ഇന്റർവ്യൂസ് എല്ലാം ഒരുപാടുണ്ട്. ഇത് കേട്ട് രാജീവ് പറയുകയാണ്, മോളുടെ കഴിവിന് നല്ല കമ്പനിയില് ഒരു വലിയ ജോലി തന്നെ കിട്ടും. അപ്പോൾ അരുൺ പറയുകയാണ്, എനിക്കറിയാവുന്ന ചില കമ്പനികളുണ്ട്, അവിടേക്ക് ഞാൻ റെഫർ ചെയ്യാം. റെഫറൻസ് ഉണ്ടെങ്കിൽ നിനക്ക് ജോലി പെട്ടെന്ന് കിട്ടും. ഇത് കേട്ട് നിധി പറയുകയാണ്, അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ, ഞാൻ ഇതിനു മുമ്പേ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരുന്നു. 2 റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഏട്ടൻ പറഞ്ഞതുപോലെ റെഫറൻസിൽ വന്ന ആർക്കും ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ക്ലിയർ ചെയ്തു. ജോലി കിട്ടുമെന്ന് ഉറപ്പിച്ച് സന്തോഷമായിട്ട് HR റൗണ്ടിന് പോയി. അവിടെ ഞാൻ ആരെയാ കണ്ടേന്നറിയുമോ? ആരെയെന്ന് അരുൺ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, സൂര്യ. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി മുഖത്തോട് മുഖം നോക്കുമ്പോൾ രാജീവ് ചോദിക്കുന്നു, സൂര്യയോ? അവൻ എങ്ങനെയാ അവിടെ വന്നത്? നടന്ന കാര്യങ്ങളെല്ലാം നിധി അവരോട് പറയുകയാണ്. എല്ലാം കേട്ട് രാജീവ് പറയുന്നു, അരുണെ, ആ സൂര്യ ഒന്ന് അടക്കി നിർത്തണം. അവൻ എന്തിനാ ആവശ്യമില്ലാതെ എന്റെ മകളുടെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കുന്നത്? നീ അവനൊരു താക്കീത് കൊടുക്കണം. ഇത് കേട്ട് അരുൺ പറയുന്നു, ശരി അച്ഛാ, ഞാൻ അവനോട് സംസാരിക്കാം. ഇനി അവൻ നിധിയുടെ കാര്യത്തിൽ ഇടപെടില്ല. നിധിയെ തലോടിക്കൊണ്ട് രാജീവ് പറയുന്നു, മോള് വിഷമിക്കണ്ട, മോളുടെ കാര്യത്തിൽ ഇനിയും അവൻ തലയിടില്ല, അത് അച്ഛൻ നോക്കിക്കോളാം. ഈ സമയം നിധിയെ കാത്ത് റൂമിലിരിക്കുന്ന സുധീഷ് മനസ്സിൽ പറയുകയാണ്, എന്താ ചെയ്യുന്നതെന്ന് ചെന്ന് നോക്കിയാലോ? നോക്കാന്ന് പറഞ്ഞ് സുധീഷ് ഹോളിലേക്ക് പോവുകയാണ്. രാജീവും നിധിയും ഹേമയും അരുണും വളരെ സന്തോഷത്തോടു കൂടി സംസാരിച്ചിരിക്കുകയാണ്. വാതിലിന്റെ അരികിലേക്ക് വന്ന സുധീഷ് അവരെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിധിയുടെ സന്തോഷം കണ്ട് പുഞ്ചിരിച്ചു നോക്കി നിൽക്കുകയാണ്. ശേഷം സുധീഷ് റൂമിലേക്ക് തന്നെ പോകുന്നു. പിന്നീട് കാണിക്കുന്നത് നല്ല ഉറക്കത്തിൽ കിടക്കുകയാണ് ഹരീഷും നികേഷും സുഭാഷും. ഈ സമയം ഹരീഷിന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയാണ് നീതുവിന്റെ മെസ്സേജ് ആണല്ലോ എന്ന് പറഞ്ഞ ആകാംക്ഷയോടുകൂടി എഴുന്നേറ്റിരുന്ന മെസ്സേജ് നോക്കുകയാണ് ഹരീഷ്. ഉറങ്ങി വന്ന നീതു മെസ്സേജ് അയക്കുമ്പോൾ, നീ ഇതുവരെ ഉറങ്ങിയില്ലേന്ന് ഹരീഷും മെസ്സേജ് അയക്കുകയാണ്. വിളിക്കട്ടെ എന്ന് നീതു ചോദിക്കുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന സുഭാഷിനെ നികേഷിനെ ഒന്ന് നോക്കിയിട്ട് ഹരീഷ് മെസ്സേജ് അയക്കുകയാണ്. ലേറ്റ് ആയി. നീതു ചോദിക്കുന്നു, ഞാൻ അങ്ങോട്ട് വരാമെന്നല്ലല്ലോ പറഞ്ഞത്, കോള് ചെയ്യട്ടെ എന്നല്ലേ ചോദിച്ചത്? സംസാരിക്കണമെന്ന് തോന്നുന്നു, അതാ ചോദിച്ചത്. ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞ് ഹരീഷ് പതിയെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നീതുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് നീതു ചോദിക്കുന്നു, എന്താ വീട്ടിലുള്ളവരെ ഒരുപാട് പേടിയാണോ? അപ്പോൾ ഹരീഷ് പറയുകയാണ്, പേടിയായിട്ടല്ല, സുഭാഷ് ഏട്ടനും നികേഷും ഉറങ്ങുകയല്ലേ, നിങ്ങൾ എല്ലാവരും ഒരുമിച്ചാണോ കിടക്കുന്നതെന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, അതെ, ഞങ്ങൾ ഒന്നിച്ചാ കിടക്കുന്നത്. അയ്യേ, തനിച്ചുറങ്ങിയാൽ പോരെന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് ചോദിക്കുകയാണ്, ഒന്നിച്ചുറങ്ങിയാൽ എന്താ കുഴപ്പം? ശരി, അത് വിട്. സംസാരിക്കുന്ന നീതു പറയുമ്പോൾ ഹരീഷ് ചോദിക്കുകയാണ്, എന്ത് സംസാരിക്കാനാ? നീതു അല്ലേ എപ്പോഴും സംസാരിക്കുന്നത്, നീ പറ. അപ്പോൾ നീതു പറയുകയാണ്, അതെ, ഞാനല്ലേ എപ്പോഴും സംസാരിക്കുന്നത്, ഇപ്പം ഹരീഷ് സംസാരിക്ക്. ഈ സമയത്ത് എന്ത് സംസാരിക്കണമെന്ന് എനിക്ക് അറിയില്ല എന്ന് ഹരീഷ് പറയുമ്പോൾ നീതു ചോദിക്കുകയാണ്, എന്താ എന്നോട് സംസാരിക്കാൻ ഒന്നുമില്ലേ? ടെൻഷനോടുകൂടി ഹരീഷ് പറയുന്നു, എനിക്ക് എന്ത് സംസാരിക്കണമെന്ന് അറിയില്ല. പുഞ്ചിരിച്ച നീതു ചോദിക്കുകയാണ്, ശരി, എന്നെ ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ? എന്താ പെട്ടെന്ന് സൈലന്റ് ആയത്? അപ്പൊ എന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമില്ലാതെ സംസാരിക്കുമെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയുകയാണ്, അപ്പൊ ഇഷ്ടമാണെന്ന് പറ. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, നീതു ഇങ്ങനെയൊന്നും സംസാരിക്കണ്ട, എനിക്ക് ഒരു മാതിരിയുണ്ട്. ഇത് കേട്ട് നീതു ചോദിക്കുകയാണ്, നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിന്റെ കടയിൽ ഞാൻ ദിവസവും വന്നിരിക്കും. എന്തെങ്കിലും ഒരിക്കൽ ഹരീഷ് എന്നോട് നന്നായി സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇന്ന് നീ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ശരി, ഞാനല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നത്, ഇനി ഹരീഷ് സംസാരിക്ക്. ടെൻഷനോടുകൂടി ഒന്ന് ആലോചിച്ച് ഹരീഷ് ചോദിക്കുന്നു, നാളെ കടയിൽ വരുമോ? അപ്പോൾ നീതു ചോദിക്കുകയാണ്, വരണം. നിന്റെ ഇഷ്ടം പോലെ ചെയ്യുന്ന ഹരീഷ് പറയുമ്പോൾ നീതു പറയുകയാണ്, ശരി, ഞാൻ വരുന്നില്ല. ഒന്നാലോചിച്ച് ഹരീഷ് പറയുകയാണ്, ശരി. അപ്പോൾ നീതു ചോദിക്കുന്നു, ശരിയെന്നോ? ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിനക്കൊരു പ്രശ്നമില്ലേ? ഹരീഷ് പറയുകയാണ്, അങ്ങനെയല്ല, നീതു വരില്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാനെന്ത് പറയാനാ? അപ്പോൾ നീതു പറയുന്നു, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ നീ വരണോന്ന് പറയണം.
മനസ്സിലായോ? ശരി, അപ്പൊ വാന്ന് പറഞ്ഞ് ഹരീഷ് ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ നീതു പറയുകയാണ്, നാളെ ഒരു സ്പെഷ്യൽ ഡേയാ, നീ ഒന്ന് ഗസ് ചെയ്ത് നോക്ക്. എന്ത് സ്പെഷ്യൽ ഡേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയുകയാണ്, ഹരീഷിനോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് നാളെ 3-ാം ദിവസിയാ, 3rd ആനിവേഴ്സറി ഡേ ആണ് നമുക്ക്. അങ്ങനെ ഹരീഷും നീതുവും സന്തോഷത്തോടു കൂടി ഫോണിൽ സംസാരിക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം ഹരീഷ് പറയുന്നു, ഇനി നീ പോയി ഉറങ്ങിക്കോ. ഇത് കേട്ട് നീതു ചോദിക്കുകയാണ്, അതെന്താ, ഹരീഷിന് ഉറക്കം വരുന്നുണ്ടോ? അപ്പോൾ ഹരീഷ് പറയുകയാണ്, നമ്മള് ഒരുപാട് നേരമായി സംസാരിക്കാൻ തുടങ്ങിയിട്ട്, ഇനി നീ പോയി കിടന്നോ. നീതു ചോദിക്കുന്നോ, അതെന്താ, ബോറടിക്കുന്നോ? അങ്ങനെയല്ലെന്ന് ഹരീഷ് പറയുമ്പോൾ നീതു ചോദിക്കുകയാണ്, പിന്നെന്തിനാ എന്നോട് ഉറങ്ങാൻ പറയുന്നത്? നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? അപ്പോൾ ഹരീഷ് പറയുകയാണ്, ആ, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഞാൻ സംസാരിക്കുമ്പോഴാണോ നിനക്ക് ഉറക്കം വരുന്നതെന്ന് നീതു ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, അല്ലല്ല, രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകേണ്ടതല്ലേ, അപ്പൊ രാത്രി ഉറങ്ങണ്ടേ? ശരി, നീ ഉറങ്ങ്, ഞാൻ ഫോൺ വെക്കട്ടെ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി നീതു ഫോൺ കട്ട് ചെയ്യുകയാണ്. ഹരീഷ് ടെൻഷനോട് കൂടി ആലോചിച്ച് തീർക്കുന്നു. ഈ സമയം ഉറക്കം ഉണർന്ന നികേഷ് ഹരീഷിനെ കാണാതെ ഹരീഷൻ എവിടെ പോയി എന്ന് പറഞ്ഞ് ചുറ്റും നോക്കി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. ഈ സമയം ഹരീഷിന്റെ ഫോണിലേക്ക് വീണ്ടും വിളിക്കുകയാണ് നീതു. ഫോൺ അറ്റൻഡ് ചെയ്ത ഹരീഷിനോട് നീതു പറയുന്നു, ഞാൻ ദേഷ്യത്തിലാണെന്ന് പറഞ്ഞിട്ട് പോലും നീ എന്നെ തിരിച്ചു വിളിച്ചില്ലല്ലോ, നീ ദേഷ്യത്തിലായിരുന്നു എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയുകയാണ്, അതുപോലെ ഇപ്പോഴാണ് നിനക്ക് മനസ്സിലായത്, നീ ഫോൺ വെക്ക്. അങ്ങനെ നീതു ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ച് ഇങ്ങോട്ടേക്ക് തിരിയുന്ന ഹരീഷ് കാണുകയാണ്. പുഞ്ചിരിച്ച് തന്നെ നോക്കി നിൽക്കുന്ന നികേഷിനെ. ഞെട്ടി ഹരീഷ് ചോദിക്കുന്നു, നീ ഇനി ഉറങ്ങിയില്ലേ? ആരായിരുന്നു എന്ന് ചിരിച്ചുകൊണ്ട് നികേഷ് കൈകൊണ്ട് ചോദിക്കുമ്പോൾ ഒന്ന് പതിരി ഹരീഷ് പറയുകയാണ്, നീ ഉറങ്ങുകയല്ലായിരുന്നോ? നികേഷ് ചോദിക്കുന്നു, ഫോണിലാരാ? ഹരീഷ് പറയുന്നു, അതൊരു കസ്റ്റമർ ആയിരുന്നു, എമർജൻസി ആയിട്ട് ഒരു വണ്ടി എടുത്തോണ്ട് പോകുന്ന കാര്യം പറഞ്ഞതാ. ഇത് കേട്ട് നികേഷ് പറയുകയാണ്, അർദ്ധരാത്രി വണ്ടിയുടെ കാര്യത്തിന് വേണ്ടി കസ്റ്റമർ വിളിച്ചുവല്ലേ, വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ ഹരീഷ് ഏട്ടാ. ഹരീഷ് പറയുന്നു, നീ അത് വിടടാ, വണ്ടി റിപ്പയറിംഗിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വിളിച്ചതാ. അങ്ങനെ ഹരീഷ് അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ നികേഷ് ചോദിക്കുന്നു, നീതു ആയിരുന്നോ? ഞെട്ടി തിരിഞ്ഞു നോക്കി ഹരീഷ് അതേന്ന് മോളിട്ട് അല്ലാന്ന് പറയുകയാണ്. കയ്യിൽ പിടിച്ച് നികേഷ് പറയുന്നു, നാം എന്തായി കാണുന്നത്? ഹരീഷ് ഏട്ടൻ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നു, അതും രാത്രിയില്. ഇത്ര പെട്ടെന്ന് ഫോണിലൊക്കെ സംസാരിക്കാൻ തുടങ്ങിയോ? ഇതെനിക്ക് സുഭാഷ് ഏട്ടനോട് പറയണം. അങ്ങനെ നികേഷ് ഉറക്കെ സുഭാഷ് ഏട്ടാന്ന് വിളിക്കുമ്പോൾ നികേഷിന്റെ വാ ബുദ്ധി പിടിച്ച് ഹരീഷ് പറയുന്നു, നികേഷ് ഒന്ന് വെറുതെ ഇരിക്കടാ, ദേ നോക്ക്, മിണ്ടാ നിൽക്കണം. അങ്ങനെ ഹരീഷ് കൈ മാറ്റുമ്പോൾ നികേഷ് പറയുകയാണ്, ശരി, ഇപ്പോ സംസാരിക്കാൻ തുടങ്ങി, നിങ്ങളുടെ ഇടയിൽ എന്താ? ഹരീഷ് പുഞ്ചിരിച്ച് നാണത്തോടു കൂടി നിൽക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് നികേഷ് പറയുകയാണ്, ദേ ഹരീഷ് ഏട്ടന്റെ മുഖത്ത് നാണം വരുന്നു. അയ്യോ, ഇത് കണ്ടിട്ട് എനിക്ക് നാണം വരുന്നല്ലോ. ഹരീഷ് ഏട്ടൻ ഒരു പെണ്ണിനോട് സംസാരിക്കാൻ തുടങ്ങി. ചിരിച്ച നാണത്തോടു കൂടി ഹരീഷ് അകത്തേക്ക് ഓടിപ്പോകുമ്പോൾ ഹരീഷ് ഏട്ടന്റെ നാണം കണ്ടില്ലേ എന്ന് പറഞ്ഞ് നികേഷും ചിരിച്ചുകൊണ്ട് പിന്നാലെ ഓടിപ്പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നിധി വരുന്നതും കാത്ത് റൂമിൽ നിൽക്കുന്ന സുധീഷ് മനസ്സിൽ പറയുകയാണ്, സ്നേഹത്തിന്റെ കാര്യത്തില് എന്റെ സുഭാഷ് ഏട്ടനെ കടത്തി വിട്ടുമല്ലോ ഇവര്. നേരം വെളുക്കുന്നത് വരെ സംസാരിക്കുവനെ. രാവിലെ മുതൽ നിധിയുടെ അച്ഛൻ എന്നെ അപമാനിക്കുക, രാത്രി നിധിയുമായി സംസാരിച്ച് എന്റെ ബാറ്ററി ചാർജ് ചെയ്യാമെന്ന് കണ്ടാൽ നിധിയും വരുന്നില്ലല്ലോ. അതെങ്ങനാ? ഞാൻ റൂമിലേക്ക് പോവാണെന്ന് നിധി പറഞ്ഞാലും അവളുടെ അച്ഛൻ പിടിച്ചിരുത്തി സംസാരിക്കും. ശരി, ഇന്ന് എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് തറയിലേക്ക് കിടക്കുന്ന സുധീഷ് മനസ്സിൽ പറയുകയാണ്, സമയം ഒരുപാടാകുന്നല്ലോ, നിധി വരുമോ ഇല്ലയോ? അങ്ങനെ എത്തി നോക്കുന്ന സുധീഷ് കാണുകയാണ് നിധി റൂമിലേക്ക് വരുന്നതായി. ആ, വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഉറക്കം നടിച്ചു കിടക്കുകയാണ് സുധീഷ്. റൂമിലേക്ക് കയറി വന്ന നിധി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് മനസ്സിൽ പറയുന്നു, സുധീഷ് ഉറങ്ങിയോ? അങ്ങനെ നിധി പതിയെ ബെഡിലേക്ക് വന്നിരുന്ന സുധീഷിനെ എത്തി നോക്കുകയാണ്. സുധീഷ് കമഴ്ന്നു കിടക്കുന്ന രീതി കണ്ട് നിധി പൊട്ടിച്ചിരിക്കുകയാണ്. പുഞ്ചിരിച്ച് സുധീഷ് മനസ്സിൽ പറയുന്നു, നിധി എന്നെ സൈറ്റ് അടിക്കുകയാണല്ലോ, ഉറങ്ങുന്നത് പോലെ തന്നെ അഭിനയിക്കാം. നിധി മനസ്സിൽ പറയുകയാണ്, എഴുന്നേൽപ്പിച്ച് സംസാരിക്കണോ വേണ്ടയോ? അങ്ങനെ നിധി ഉറക്കം ചോദിക്കുന്നു, ഉറങ്ങിയോ? ഇത് കേൾക്കാത്ത രീതിയിൽ ഉറക്കം നടിച്ചു കിടക്കുകയാണ് സുധീഷ്. നിധി മനസ്സിൽ പറയുന്നു, ഉറങ്ങിയെന്ന് തോന്നുന്നു. അങ്ങനെ നിധി പതിയെ എഴുന്നേറ്റ് ടേബിളിലേക്ക് വെള്ളം കൊണ്ടുവയ്ക്കുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷ് മനസ്സിൽ പറയുകയാണ്, എന്റെ ഭാര്യയ്ക്ക് എന്നോട് എന്ത് സ്നേഹ. ചെറിയ ശബ്ദം കേട്ട് ഞാൻ ഉണരാതിരിക്കാനായി പതിയെ നടക്കുന്നു. അങ്ങനെ സുധീഷ് നിധി ഒന്ന് എത്തി നോക്കിയിട്ട് കമിഴ്ന്നു കിടക്കുകയാണ്. നിധി പതിയെ വാതിലടച്ച് കുറ്റിയിടുമ്പോൾ സുധീഷ് ചിരിച്ചുകൊണ്ട് നിധിയെ നോക്കുന്നുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്ത് നിധി ഉറങ്ങാനായി കിടക്കുകയാണ്. അപ്പോൾ സുധീഷ് തിരിഞ്ഞു കിടക്കുന്നു. നിധി ചോദിക്കുന്നു, സുധീഷ് ഇതുവരെ ഉറങ്ങിയില്ലേ? ക്ഷീണത്തോടുകൂടി സുധീഷ് പറയുകയാണ്, ഉറങ്ങുകയായിരുന്നു നിധി, പെട്ടെന്ന് ഉണർന്നതാ. നിധി ചോദിക്കുന്നു, സോറി, ഞാനാണോ സുധീഷിനെ ഉണർത്തിയത്? അപ്പോൾ സുധീഷ് പറയുകയാണ്, അത് സാരമില്ല, നിധിക്ക് വേണ്ടി ഞാൻ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരുന്നു. അച്ഛനോടും അമ്മയോടും ചേട്ടനോടും എല്ലാം സന്തോഷമായിട്ട് സംസാരിക്കുകയായിരുന്നു നിധി. എങ്കിൽ പിന്നെ കിടക്കാമെന്ന് കരുതി കിടന്നതാ, അപ്പോഴേ ഉറങ്ങിപ്പോയി. നിധി ചോദിക്കുന്നു, അതിലെന്താ ഉള്ളത് സുധീഷ്? ഞാൻ നേരത്തെ വരുമായിരുന്നു, പക്ഷെ എന്താണെന്നറിയില്ല, അച്ഛൻ എന്റെ അരികിൽ വിളിച്ചിരുത്തി ഇമോഷണലായി സംസാരിക്കുകയായിരുന്നു. സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഇമോഷണലായി സംസാരിച്ചില്ലെങ്കിലല്ലേ ഉള്ളൂ അത്ഭുതം. എങ്ങനെയെങ്കിലും നിധിയെ ഇവിടെ തന്നെ നിർത്തണ്ടേ അയാൾക്ക്. അപ്പൊ നിധി പറയുകയാണ്, അച്ഛൻ ഇത്ര പെട്ടെന്ന് മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. എന്റെ അച്ഛൻ എന്നെ മനസ്സിലാക്കില്ലേ, എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ എന്നൊക്കെ ഓർത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ അത് നടന്നിരിക്കുക. സുധീഷ് അച്ഛനോട് അങ്ങനെ സംസാരിച്ചില്ലായിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകില്ലായിരുന്നു. ഇത് കേട്ട് സുധീഷ് മനസ്സിൽ പറയുകയാണ്, അതെ, ഞാൻ സംസാരിച്ചുകൊണ്ടാണ് ഈ പ്രശ്നം എല്ലാം ഉണ്ടായത്. അപ്പൊ നിധി പറയുന്നു, സുധീഷ് എന്താ സംസാരിച്ചതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ സുധീഷിന്റെ സംസാരം കൊണ്ടാണ് ഈ മാറ്റം എല്ലാം
ഉണ്ടായത്. ഒരൊറ്റ ദിവസം കൊണ്ട് അച്ഛനെ മാറ്റിയെടുത്തില്ലേ സുധീഷ്, ഒരുപാട് നന്ദിയുണ്ട്. ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുകയാണ്, എന്തിനാ നിധി എന്നോട് താങ്ക്സ് ഒക്കെ പറയുന്നത്? നമ്മുടെ ഇടയിൽ താങ്ക്സ് ഒന്നും വേണ്ട, മൂന്നാമത് ഒരാളോടല്ലേ താങ്ക്സ് ഒക്കെ പറയേണ്ടത്. നമ്മൾ രണ്ടുപേരും ഒന്നല്ലേ? നിധി ചോദിക്കുന്നു, നമ്മൾ രണ്ടുപേരും ഒന്നല്ലെന്നോ? അപ്പോഴൊന്ന് പതറി സുധീഷ് പറയുകയാണ്, അതല്ല നിധി, നമ്മള് നല്ല ഫ്രണ്ട്സ് അല്ലേ, നമ്മുടെ ഇടയിൽ എന്തിനാ ഈ താങ്ക്സും സോറിയും ഒക്കെ? അപ്പോൾ നിധി പറയുകയാണ്, താങ്ക്സ് അല്ലേ പറഞ്ഞത്, സോറി ഒന്നും പറഞ്ഞില്ലല്ലോ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ശരി എങ്കിൽ ഞാൻ പറയാം സോറി. അപ്പോൾ നിധി പറയുകയാണ്, ഫ്രണ്ട്സിന്റെ ഇടയിൽ താങ്ക്സും സോറിയും ഒക്കെ എന്തിനാണെന്നല്ല ചോദിച്ചത്, അപ്പൊ തന്നെ എന്തിനാ സോറി പറയുന്നത്? അപ്പൊ ഞാൻ സുധീഷിന്റെ ഫ്രണ്ട് അല്ലേ? ഇത് കേട്ടാൻ പറഞ്ഞ സുധീഷ് പറയുന്നു, അയ്യോ അങ്ങനെയല്ല നിധി, നിധി എന്റെ ഫ്രണ്ടാ, നിധി എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, മതിയോ? ചിരിച്ചുകൊണ്ട് നിധി പറയുന്നു, ശരി ഞാൻ ചുമ്മാ ചോദിച്ചതാ. സുധീഷ് ഉറങ്ങിക്കോ. സുധീഷ് നല്ല ഉറക്കത്തിലായിരുന്നു, ഞാൻ വന്നതുകൊണ്ടാണ് എഴുന്നേറ്റത്, ഉറങ്ങിക്കോ. ഇത് കേട്ട് തലയാട്ടി സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഞാൻ ഉറങ്ങുന്നത് കണ്ട് രസിച്ചിരിക്കുവായിരുന്നു കള്ളി. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് നിധി പുഞ്ചിരിച്ച് സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് കണ്ണടച്ചു കിടക്കുമ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് കണ്ണടച്ചു കിടക്കുന്ന സുധീഷ് ഇടയ്ക്ക് കണ്ണു തുറന്ന് പുഞ്ചിരിച്ച് നിധിയെ തന്നെ നോക്കി കിടക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന രാജീവിന് ചായയുമായി വരികയാണ് നിധി. ഹേമയും സാന്ദ്രയും നിഹാരികയും ഹോളിലുണ്ട്. അച്ഛ ഞാൻ ഉണ്ടാക്കിയ ചായ ആണെന്ന് പറഞ്ഞ് നിധി രാജീവിന്റെ നേരെ ചായ നീട്ടുമ്പോൾ വിശ്വസിച്ച് കുടിക്കാമോന്ന് രാജീവ് ചോദിക്കുകയാണ്. ഇത് കേട്ട് നിധി അച്ഛന്ന് വിളിക്കുമ്പോൾ ചുമ്മാ പറഞ്ഞതാടാന്ന് പറഞ്ഞ് രാജീവ് ചായ എടുക്കുകയാണ്. സാന്ദ്രയ്ക്കും ഹേമയ്ക്കും ചായ കൊണ്ട് കൊടുക്കുകയാണ് നിധി. അത് കുടിച്ചു നോക്കിയിട്ട് ഹേമ പറയുകയാണ്, ചായ നന്നായിട്ടുണ്ടടി, നീ ഇത്രയ്ക്ക് നന്നായി ചായ ഉണ്ടാക്കൂ? അപ്പോൾ രാജീവ് പറയുകയാണ്, നന്നായിട്ടുണ്ട് മോളെ. ഹേമേ, നിന്റെ മകള് നിന്നെക്കാളും നന്നായി ചായ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഇഞ്ചിയൊക്കെ ചേർത്താണല്ലോ ചായ ഉണ്ടാക്കിയിരിക്കുന്നത്. നിന്റെ അമ്മ ഒരു ദിവസം പോലും ഇങ്ങനെ ഒരു ചായ അച്ഛൻ ഉണ്ടാക്കി തന്നിട്ടില്ല. ഇത് കേട്ട് ഹേമ പറയുകയാണ്, ഇങ്ങനെയൊക്കെ ഞാൻ ചായ ഉണ്ടാക്കി തന്നാൽ നിങ്ങൾ 1 മണിക്കൂറിനിടയിൽ ചായ ചോദിച്ചുകൊണ്ടേ ഇരിക്കും, പിന്നെ ഞാൻ എപ്പോഴും കിച്ചണിൽ തന്നെ നിൽക്കണ്ടേ? നിധി ചോദിക്കുന്നു, ഏട്ടത്തി ഒന്നും പറഞ്ഞില്ലല്ലോ. സൂപ്പർ ആയിട്ടുണ്ട് നിധി എന്ന് സാന്ദ്ര പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് നിധി പറയുകയാണ്, ഇതേപോലെ ഒരു ചായ ഉണ്ടാക്കാൻ ഞാൻ എത്ര ട്രൈ ചെയ്തു എന്നറിയുമോ നിങ്ങൾക്ക്? എനിക്ക് തോന്നുന്നു ഒരു 30-40 പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഞാൻ ഉണ്ടാക്കുന്ന ചായ കുടിച്ചിട്ട് നന്നായിട്ടുണ്ടെന്ന് അഭിപ്രായം പറയുമായിരുന്നു. സൂപ്പർ സൂപ്പർ എന്ന് പറയാ അവരെ എൻകറേജ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ചായ ഉണ്ടാക്കി പഠിച്ചു. ഇത് കേട്ട് ഹേമ ചോദിക്കുകയാണ്, ചായ മാത്രമേ നീ ഉണ്ടാക്കുകയുള്ളോ അതോ പാചകവും നീയാണോ? അപ്പോൾ നിധി പറയുകയാണ്, അമ്മേ എന്റെ അവിടെ ആരും കിച്ചന്റെ ഭാഗത്തേക്ക് പോലും വിടില്ല. ചായ ഉണ്ടാക്കാൻ പോയാൽ പോലും സുഭാഷേട്ടൻ എന്റെ പിന്നാലെ വരും. മോൾ എന്തിനാ ബുദ്ധിമുട്ടുന്നത്, ഞാൻ ചായ ഉണ്ടാക്കി തരാന്ന് പറയും. ഇത് കേട്ട് ഹേമ രാജീവിനെ നോക്കുമ്പോൾ രാജീവ് കണ്ണു കാണിക്കുകയാണ്. ഹേമ ചോദിക്കുന്നു, നിധി നീ നിന്റെ ഭർത്താവിന് ചായ കൊടുത്തില്ലേ? അപ്പോൾ നിധി പറയുന്നു, സുധീഷ് ഇതുവരെ എഴുന്നേറ്റില്ലമ്മ, ഇപ്പൊ ഞാൻ നോക്കിയിട്ട് വന്നതേ ഉള്ളൂ. ശരി എന്ന് പറഞ്ഞ ഹേമ ചായ കുടിക്കുമ്പോൾ രാജീവ് ചോദിക്കുന്നു, മോളെ ഇതെന്താ ഇത്ര ചെറിയ കപ്പിൽ ചായ തന്നത്? ദേ നോക്ക്, ഇത്ര പെട്ടെന്ന് തീർന്നു. അത് തന്നെ കുറച്ച് കൂടുതലാണെന്ന് ഹേമ പറയുമ്പോൾ നിധി പറയുകയാണ്, അച്ഛാ 11 മണിയാകുമ്പോൾ അച്ഛൻ ഇതേപോലെ ഒരു സൂപ്പർ ടീ ഞാൻ ഉണ്ടാക്കി തരാം. ശരി മോളേന്ന് രാജീവ് പറയുമ്പോൾ ഹേമ ദേഷ്യത്തോടു കൂടി രാജീവിനെ നോക്കുകയാണ്. രാജീവ് പറയുന്നു, മോളെ ദേ നോക്ക്, നിന്റെ അമ്മ എന്നെ നോക്കി പേടിപ്പിക്കുന്നത്. നിധി ചോദിക്കുന്നു, എന്താ അമ്മ അച്ഛനെ നോക്കി പേടിപ്പിക്കുന്നത്? അമ്മയ്ക്ക് ഞാൻ ഇതുപോലെ ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരാം. ഇത് കേട്ട് ഹേമ ചോദിക്കുകയാണ്, എങ്ങനെ? നീ എന്നെ ചായ ഉണ്ടാക്കാൻ പഠിപ്പിക്കാമെന്നോ? നിക്കടി എവിടെയെന്ന് പറഞ്ഞ് ഹേമ നിധിയെ പിടിക്കാനായി വരുമ്പോൾ നിധി ചിരിച്ചുകൊണ്ട് ഓടുകയാണ്. ചിരിച്ചുകൊണ്ട് നിധിയുടെ കയ്യിൽ കയറി പിടിക്കുകയാണ് ഹേമ. ഈ സമയം കാല് വയ്യാതെ അവിടേക്ക് വരികയാണ് അരുൺ. അരുണിട്ട് എന്തു പറ്റിയെന്ന് ചോദിച്ച് ടെൻഷനോടുകൂടി സാന്ദ്ര അരികിലേക്ക് ഓടി ചെല്ലുകയാണ്. എല്ലാവരും ടെൻഷനോടുകൂടി അരുണിനെ പിടിച്ച് സോഫയിലേക്ക് ഇരുത്തുകയാണ്. ഈ സമയം സുധീഷ് അവിടേക്ക് വരുന്നു. എന്തു പറ്റി ഏട്ടാന്ന് നിധി ചോദിക്കുമ്പോൾ ഹേമ പറയുകയാണ്, നീ കടയിലേക്കല്ലേ പോയത്, പിന്നെ എങ്ങനെയാണ് ഈ ആക്സിഡന്റ്? അവിടെ അരുൺ പറയുന്നു, കടയിലേക്കാണമേ പോയത്, പുതിയ ലോഡ് വന്നിറങ്ങി, ലോഡ് ചെക്ക് ചെയ്യുകയായിരുന്നു, അതിലുണ്ടായിരുന്ന ഒരു വലിയ മെറ്റീരിയൽ പാർസൽ കാലിലേക്ക് ഒന്ന് വീണമ്മേ. ഇത് കേട്ട് നിധി ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ ഹേമയും രാജീവും മുഖത്തോട് മുഖം നോക്കുകയാണ്. അവർ സുധീഷിനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തു പറ്റി നിധി എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, കടയിലേക്ക് ഡ്രസ് മെറ്റീരിയലിന്റെ ലോഡ് വന്നായിരുന്നു, അത് ഏട്ടന്റെ കാലിൽ വീണെന്ന്. ഇത് കേട്ട് സുധീഷ് ചോദിക്കുകയാണ്, നിധി തുണിയല്ലേ, തുണി വീണതിനാണോ കാലിൽ ഇത്രയും വലിയ കെട്ട് കെട്ടിയിരിക്കുന്നത്? നിധി ചോദിക്കുന്നു, തുണി എന്ന് പറഞ്ഞാൽ 4 തുണിയല്ല സുധീഷേ, 50 കിലോ 100 കിലോയുടെ ബോക്സുകളാ, അതിനൊന്ന് കാലിൽ വീണാൽ വേദനിക്കില്ലേ? വേദനിക്കുമെന്ന് സുധീഷ് പറയുമ്പോൾ അരുണിന്റെ കയ്യിൽ പിടിച്ച സാന്ദ്ര പറയുകയാണ്, നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാം. അരുൺ പറയുന്നു, അതൊന്നും വേണ്ട, ടൈറ്റ് ആയിട്ട് കെട്ടിവെച്ചിരിക്കുക, വൈകുന്നേരം വരെ നോക്കാം, ശരിയായില്ലെങ്കിൽ നമുക്ക് പോകാം. ഇത് കേട്ട് രാജീവ് പറയുകയാണ്, എടാ അതൊന്നും വേണ്ട, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് വരാം. ഇത് കേട്ട് സുധീഷ് പറയുന്നു, അതെ അതെ, പൊട്ടൽ വല്ലതും ഉണ്ടെങ്കിലോ? അപ്പോൾ ഹേമ പറയുകയാണ്, അയ്യോ എനിക്ക് പേടിയാവുന്നു രാജീവേട്ട, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരാം. സുധീഷിന്റെ അരികിലേക്ക് വന്ന നിധി പറയുന്നു, സുധീഷ് ഒന്ന് അടങ്ങി നിൽക്ക്. അവൾ സുധീഷ് പറയുകയാണ്, ഞാൻ പറഞ്ഞതിന് എന്താ കുഴപ്പം, 50 കിലോ 100 കിലോ എന്നൊക്കെയല്ലേ നിധി പറഞ്ഞത്, അപ്പൊ എന്താണെന്ന് നോക്കണ്ടേ?
അപ്പോൾ അരുൺ പറയുകയാണ് പൊട്ടലോ ഒടുവോ വല്ലോ ഉണ്ടായിരുന്നെങ്കിൽ കാലിലിപ്പം നീര് വന്നേനെ, ഇതിപ്പം റെസ്റ്റ് എടുത്താൽ മതി. രാജീവ് ചോദിക്കുന്നു, അരുണെ ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യത്തിന് നീ പോകണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, നീ അത് മറന്നോ? തലയിൽ കൈവച്ച അരുൺ പറയുകയാണ്, അയ്യോ അച്ഛാ ഞാനത് മറന്നുപോയി. ദേഷ്യത്തോടു കൂടി രാജീവ് ചോദിക്കുന്നു, നീ എന്താടാ ഇങ്ങനെ? വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ അത്? ഈ ലോഡിന്റെ കാര്യമൊക്കെ പിന്നെ നോക്കിയാ പോരായിരുന്നു, ഇപ്പൊ അവിടെ പോയി നിന്ന് ആവശ്യമില്ലാതെ കാലിൽ കെട്ടുമായി വന്നിരിക്കുന്നു. ഹേമ ചോദിക്കുന്നു, എന്ത് പ്രധാനപ്പെട്ട കാര്യമോ രാജീവേട്ടാ, വേറൊരു ദിവസം ചെയ്യാം. അപ്പോൾ രാജീവ് പറയുന്നു, ഹേമേ അത് ഇന്ന് തന്നെ ചെയ്തേ പറ്റൂ, മാറ്റി വെക്കാനൊന്നും പറ്റില്ല, പുറത്തുള്ള ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, അരുൺ തന്നെ പോയേ പറ്റൂ. അച്ഛ സാരമില്ല ഞാൻ പോയിട്ട് വരാമെന്ന് അരുൺ പറയുമ്പോൾ രാജീവ് ചോദിക്കുന്നു, എടാ നീ എങ്ങനെ പോകും? നടക്കാൻ പറ്റാതെ ഞൊണ്ടിയാ വന്നത്, ഈ കാല് വെച്ച് 100 കിലോമീറ്റർ എങ്ങനെയാടാ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നത്? 100 കിലോമീറ്റർ പോണ വെച്ചാന്ന് നിധി ചോദിക്കുമ്പോൾ രാജീവ് പറയുകയാണ്, അതേ മോളെ അവിടെ അവര് വെയിറ്റ് ചെയ്യുക, ഇന്ന് സാധനങ്ങളുമായി ചെല്ലാമെന്ന് പറഞ്ഞതാ, ഇന്ന് കൈ മാറ്റിയേ പറ്റൂ, ഇല്ലെങ്കിൽ വലിയ റിസ്കാ, നമ്മുടെ മാനേജറുടെ കയ്യിൽ കൊടുത്തു വിടച്ചാന്ന് നിധി പറയുമ്പോൾ രാജീവ് പറയുന്നു, പറ്റില്ല മോളെ, ഈ കാര്യത്തില് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, ഒന്നുകിൽ ഞാൻ പോണം അല്ലെങ്കിൽ അരുൺ പോണം, ഞാൻ തന്നെ പോയിട്ട് വരാം. ഇത് കേട്ട് ഹേമ ചോദിക്കുന്നു, രാജീവേട്ടാ നിങ്ങൾ എങ്ങനെ അത്രയും ദൂരം വണ്ടി ഓടിച്ചോണ്ട് പോകുന്നത്? നിങ്ങൾക്ക് ഓൾറെഡി ബാക്ക് പെയിൻ ഉള്ളതല്ലേ, നിങ്ങൾക്ക് ഒരുപാട് നേരം നിൽക്കാൻ പോലും പറ്റില്ല, അതുമല്ലാതെ ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഒരുപാട് ദൂരം ഡ്രൈവ് ചെയ്യരുതെന്ന്, പിന്നെ എങ്ങനെയാ നിങ്ങള് അത്രയും ദൂരം പോയിട്ട് വരിക? സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് അരുൺ പറയുകയാണ്, അച്ഛാ നമുക്ക് നമ്മുടെ സുധീഷിനെ പറഞ്ഞു വിട്ടാലോ? ഇത് കേട്ട് ഞെട്ടി വിശ്വസിക്കാനാകാതെ അരുണിനെയും രാജീവിനെയും നോക്കുകയാണ് സുധീഷും നിധിയും. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്